പാലക്കാട്ട് ബി.ജെ.പി വോട്ടിന് പണം നൽകുന്നു എന്ന ആരോപണവുമായി UDF രംഗത്തെത്തിയിരിക്കുകയാണ്. പണം വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങൾ UDF പ്രവർത്തകർ പകർത്തി അത് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ് റാവുത്തർ, ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? ദിലീപ് കുമാർ, ഉറപ്പായിട്ടും. കാരണം വളരെ പ്രധാനപ്പെട്ട, വളരെ ഗുരുതരമായിട്ടൊരു ദൃശ്യമടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാലക്കാട് നമുക്കറിയാം, കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലമാണ്. പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായ മണ്ഡലമാണ്. അവിടെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അല്ലെങ്കിൽ പോളിംഗ് നടക്കുന്നതിന് തൊട്ട് തലേ ദിവസം ഇതുമായി ബന്ധപ്പെട്ട പണം നൽകുക, മാത്രമല്ല BJP സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ആ ദൃശ്യങ്ങളടക്കം വരിക, അത് വളരെ ഗുരുതര സ്വഭാവത്തിലുള്ളതാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ ഇക്കാര്യത്തിൽ ഒരു റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. പാലക്കാട് ജില്ലാ കളക്ടറോട് വളരെ വേഗം റിപ്പോർട്ട് നൽകണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഫ്ലൈയിങ് സ്ക്വാഡ്, ഇലക്ഷൻ ഫ്ലൈയിങ് സ്ക്വാഡ് അടക്കം കൂടുതൽ ആളുകൾ ഈ സംഭവ സ്ഥലത്തേക്ക് പോകണമെന്നും പരമാവധി ദൃശ്യങ്ങൾ ശേഖരിച്ച് ഈ വിഷയത്തിൽ വ്യക്തതയോടുള്ള ഒരു പരിശോധന നടത്തണമെന്നും ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ഗുരുതര സ്വഭാവത്തിൽ ഗൗരവമുള്ള ഒരു വിഷയമായി ഇലക്ഷൻ കമ്മീഷൻ ഇതിനെ കാണുന്നു എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു. ഈ ദൃശ്യങ്ങളടക്കം ടെലിവിഷൻ ചാനലുകളടക്കം വന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഇടപെടൽ ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ദിലീപ് കുമാർ. പാലക്കാട്ടെ വോട്ടിന് നോട്ട് പരാതിയിൽ ഇപ്പോൾ അടിയന്തരമായ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഭാഗത്ത് നിന്ന് പാലക്കാട് ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസർ ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. ഒരിക്കൽ കൂടി പാലക്കാടേക്ക് പോവുകയാണ്. ഷാരിഖ് നവാസ് പാലക്കാട് നിന്ന് ചേരുകയാണ്. ഷാരിഖ്, വളരെ ഗുരുതരമായ ഒരു ആരോപണം, ദൃശ്യങ്ങളുടെ സഹിതമാണ് UDF ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ പകർത്തിയ ആളുകൾക്കെതിരെ ആക്രോശിക്കുന്ന NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെയും കാണാം. എന്താണ് ഏറ്റവും ഒടുവിൽ നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ? കണ്ണാടി പഞ്ചായത്തിലെ തരുവക്കുർശി എന്ന് പറയുന്ന പ്രദേശത്തുള്ള ദേവു 72 വയസ്സുള്ള ഒരു രോഗിയായ സ്ത്രീക്കാണ് അവർ 5000 രൂപ, അതായത് BJP NDA പ്രവർത്തകർ ഈ സ്ഥലത്തെത്തി ഇവരെ വോട്ട് ചോദിക്കുന്നതിനിടെ 5000 രൂപ നൽകിയതെന്ന് പറയുന്നു. ഈ വീട്ടിൽ താമസിക്കുന്ന രോഗിയായ ഒരു സ്ത്രീക്കാണ് ഇത്തരത്തിൽ 5000 രൂപ BJPയുടെ ഒരു പ്രവർത്തക കാറിൽ നിന്ന് ഇറങ്ങി വന്ന് നൽകിയതെന്ന് പറയുന്നു. ഈ സമയം ഇത് പണം നൽകുന്ന സമയത്ത് മറ്റൊരു കാറിൽ ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ പാലക്കാട് നഗരസഭയിലെ മുൻ ചെയർപേഴ്സണും പ്രമീള ശശിധരനും ഉണ്ടായിരുന്നു പറയുന്നു. ഇപ്പോൾ ഈ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ നിശബ്ദ പ്രചാരണവുമായി ബന്ധപ്പെട്ട് വീട് കയറി ഇറങ്ങുകയായിരുന്നു, സ്ക്വാഡ് വർക്ക് നടത്തുകയായിരുന്നു. അപ്പോൾ ഇവരുടെ ഈ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇവർ ഈ ദൃശ്യങ്ങൾ പകർത്തുകയും അതുപോലെ തന്നെ ഈ പ്രമീള ശശിധരനിൽ ഉൾപ്പെടെ ഇത് ചോദ്യം ചെയ്യുകയും ചെയ്ത്. ആ സമയത്താണ് ഈ ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ BJP പ്രവർത്തകരും ഈ കോൺഗ്രസ് നേതാക്കളോട് മോശമായി പെരുമാറിയതും ശോഭാ സുരേന്ദ്രൻ വളരെ ക്ഷുഭിതയായി പെരുമാറിയതും ഈ ദൃശ്യങ്ങൾ പകർത്തിയാൽ തങ്ങളുടെ കർണക്കുറ്റി അടിച്ചു പൊട്ടിക്കുമെന്നുൾപ്പെടെ ശോഭാ സുരേന്ദ്രൻ ആ ദൃശ്യങ്ങളിൽ പറയുന്നുണ്ട്. അത്തരത്തിൽ ഇവർക്കെതിരെ വലിയ ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ BJPയിൽ നിന്ന് ഒരു വിശദീകരണം വരുന്നുണ്ട്. അതായത് ഇവർ BJPക്കാർ പറയുന്നു ശോഭാ സുരേന്ദ്രനെ വഴി തടഞ്ഞു എന്നും അതുപോലെ തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാണ് BJP ഇപ്പോൾ നൽകുന്ന വിശദീകരണം. ഇവരെ വഴി തടഞ്ഞ് പ്രകോപനപരമായി സംഘർഷം സൃഷ്ടിക്കാനാണ് ശ്രമിച്ചതെന്നും ഇവരെ ആക്രമിക്കാൻ ശ്രമിച്ചു, അതായത് ശോഭാ സുരേന്ദ്രനും കൂടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെയും ആക്രമിക്കാൻ ശ്രമിച്ചെന്ന്, കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ അല്പസമയത്തിനകം UDF ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം ഉൾപ്പെടെ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. അതുപോലെ തന്നെ UDFിൻ്റെ ജില്ലാ നേതൃത്വം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനും പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്കും ടൗൺ സൗത്ത് പോലീസിലും പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. ഇപ്പോൾ അല്പസമയത്തിനകം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പാലക്കാട് ടൗൺ സൗത്ത് പോലീസും ഇവിടെ എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വ്യാപകമായി ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്തെ ഒരു ക്ഷേത്രത്തിലെത്തി ഇതുപോലെ 50,000 രൂപ നൽകിയെന്ന് പറയുന്നു. അതുപോലെ തന്നെ മാത്തൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലും ഇതുപോലെ പണവും അതുപോലെ തന്നെ സാരി ഉൾപ്പെടെ NDA പ്രവർത്തകർ എത്തി നൽകിയെന്ന് പറയുന്നു. എന്നാൽ ഇന്ന് ഇതിന് ഗുരുതര സ്വഭാവം ഉണ്ടാകുന്നത് ഈ ദൃശ്യങ്ങൾ ഇവർ കൈയോടെ പകർത്തുന്നു. അതുപോലെ തന്നെ ആ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഈ ആരോപണം വലിയ ഗുരുതര സംഭവമായി മാറുന്നത്. അത്തരത്തിൽ ഇത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഒരു തലേ ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് ഇത്തരത്തിൽ ഒരു ആരോപണം വരുന്നത്. ഇത് BJP ക്യാമ്പയിന് വലിയ തിരിച്ചടിയാവുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാലക്കാട് കണ്ണാടിയിലാണ് ഇത്തരത്തിൽ BJP നേതാക്കൾ, സ്ഥാനാർത്ഥിയടക്കമുള്ള ആളുകൾ ചേർന്ന് വോട്ടിന് പണം നൽകുന്നുവെന്നുള്ള ഒരു ആരോപണം ദൃശ്യങ്ങൾ സഹിതം കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഷാരിഖ്, ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇത്തരം ഒരു ആരോപണം മുന്നോട്ട് വയ്ക്കുന്നത്. ഇക്കാര്യത്തിൽ ഈ ദൃശ്യങ്ങളുടെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഒരു വിശദീകരണം നൽകാൻ BJP നേതാക്കൾ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ?
അതായത് അമൽ, കോൺഗ്രസ് BJP പ്രവർത്തകർ, BJPയുടെ ജില്ലാ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകുന്നത് ഇവരെ തടഞ്ഞുവെന്നും അതുപോലെ തന്നെ ഇവർക്കെതിരെ ഇവരെ അസഭ്യം പറഞ്ഞുവെന്നും ഇവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നാണ് BJP നൽകുന്ന വിശദീകരണം. എന്നാൽ ഇതിൽ കൂടുതൽ വിശദീകരണമൊന്നും പറഞ്ഞിട്ടില്ല. അവർ ഈ ദൃശ്യങ്ങളെക്കുറിച്ചുള്ള ഒന്നും മറ്റും അതുപോലെ തന്നെ പണം നൽകിയില്ല എന്നുള്ള ഉൾപ്പെടെയുള്ള ഒന്നും പറയുന്നില്ല, അതിനെ മറുത്തു പറയുന്നില്ല ഇപ്പോൾ BJP പ്രവർത്തകർ. എന്നാൽ ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ആരോപണം ശക്തമായതിനെ തുടർന്ന് കോൺഗ്രസ് ഇത് മനസ്സിലാക്കിയ ശേഷം ഈ ദൃശ്യങ്ങൾ കയ്യോടെ പകർത്താൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇന്നാണ് അതിന് അവർക്ക് സാധിച്ചതെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ നമ്മളോട് അല്പസമയം മുൻപ് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ധാരാളം കോൺഗ്രസ് പ്രവർത്തകർ ഈ തരുവക്കുറിശി മേഖലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. UDF ക്യാമ്പ് അതുപോലെ തന്നെ UDF ജില്ലാ നേതാക്കളും ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജില്ലാ കലക്ടർ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ ശേഖരിക്കാനും ഈ ദൃശ്യങ്ങളുടെ വസ്തുത പരിശോധിക്കാനും അതുപോലെ തന്നെ ഇവരുടെ വിശദീകരണം തേടാനും ഈ പണം വാങ്ങിച്ചു എന്ന് പറയുന്ന അല്ലെങ്കിൽ പണം ഇവർക്ക് കിട്ടിയെന്ന് പറയുന്ന ഈ വീട്ടിൽ താമസിക്കുന്ന ദേവു എന്ന 72 വയസ്സുള്ള ഒരു രോഗിയായ സ്ത്രീയോട് വിശദീകരണം തേടാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഈ മേഖലയിൽ എത്തിച്ചേരുമെന്നാണ് അമൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷാരിഖ്, നമ്മളിപ്പോൾ ഈ പുറത്തുവിടുന്ന ദൃശ്യങ്ങൾ അതിൽ ചില പ്രവർത്തകരെ നമുക്ക് കാണാം. അവർ ഈ വയസ്സായ ഈ അമ്മയുടെ കൈമടക്കിൽ പണം വെച്ചു കൊടുക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. അവർ BJP പ്രവർത്തകർ തന്നെയാണോ? ആ വിഷയത്തിൽ BJPയുടെ എന്തെങ്കിലും പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് ഈ മണ്ഡലത്തിൽ മുൻപ് കണ്ടിട്ടില്ലാത്ത പ്രവർത്തകരാണ് ഇതിൽ എത്തിയിട്ടുള്ളത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നതും അതുപോലെ തന്നെ ഈ മുൻപ് ശോഭാ സുരേന്ദ്രനൊപ്പം മറ്റൊരു കാറിൽ എത്തിയത് ഈ മണ്ഡലത്തിൽ മുൻപ് കണ്ടിട്ടില്ലാത്ത പ്രവർത്തകരാണ്. പ്രാദേശിക BJPയുടെയോ അല്ലെങ്കിൽ NDയുടെ പ്രവർത്തകരല്ല എന്ന് പറയുന്നു. ഇവർക്ക് ആകെ പരിചയമുള്ളത് സ്ഥാനാർത്ഥിയെയും അതുപോലെ തന്നെ സ്ഥാനാർത്ഥിക്കൊപ്പം വന്ന മുൻ നഗരസഭാ ചെയർപേഴ്സൺ, പാലക്കാട് മുൻ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരനെ മാത്രമേ പരിചയമുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ പ്രമീള ശശിധരൻ്റെയിലാണ് ഇവർ ആദ്യം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചത്. അപ്പോഴാണ് സ്ഥാനാർത്ഥിയും ഒപ്പം ചേർന്ന് ഇവർക്കെതിരെ വലിയ തരത്തിൽ ഭീഷണി മുഴക്കിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.